ദൈവനാമത്തിൻ്റെ മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 7ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്മസ് കാലം നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നത് തിരുക്കുടുംബത്തെ കുറിച്ചാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത് അത് ഒരു കൂടാണ് എന്നുള്ളത്. കുടുംബം സ്നേഹത്തിൻ്റെ കൂടായി തീരുമ്പോഴാണ് ജീവിതം കുലീനമായി മാറ്റപ്പെടുക. ഇംഗ്ലീഷ് ഭാഷയിൽ കൂടിനെ സൂചിപ്പിക്കാൻ 2 വാക്കുകൾ ഉപയോഗിക്കാറ്. ഒന്ന് നെസ്റ്റ് എന്നതും രണ്ടാമത്തേത് കേജ് എന്നത്. ആഴമായ അർത്ഥവ്യത്യാസം ഈ 2 വാക്കുകൾ തമ്മിലുണ്ടെന്ന് നമുക്കറിയാം. നെസ്റ്റ് അന്തിയുറങ്ങാനുള്ള അനുഗ്രഹീതമായ ആനന്ദത്തിൻ്റെ ഇടമാണെങ്കിൽ കേജ് ആരെയും ഭയപ്പെടുത്തുന്ന അടിമത്വത്തിൻ്റെ ഇടമാണ്. നമ്മുടെ കുടുംബങ്ങൾ ഒരു കേജ് പോലെ പലരെയും അടിമകളാക്കി തീർക്കുകയാണോ, അതോ ഒരു നെസ്റ്റ് പോലെ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം കണ്ടെത്താനുള്ള അനുഗ്രഹീതമായ അഭയകേന്ദ്രമായി മാറ്റപ്പെടുന്നു? ആരാണ് ഒരു വീടിനെ നെസ്റ്റാക്കി തീർക്കുന്നതും കേജാക്കി മാറ്റുന്നതും? മറ്റാരുമല്ല, വീട്ടിലുള്ള ഞാനും നിങ്ങളും ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളോടൊപ്പമുള്ളവരുടെ മനസ്സിന് മനസ്സമാധാനം പകരുന്ന ഒരു നെസ്റ്റ് അനുഭവം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ല, അവർക്ക് മനപ്രയാസവും ദുഃഖവും മാത്രം പകരുന്ന ഒരു കേജിൻ്റെ അവസ്ഥയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജീവിത പങ്കാളികൾ, ദൈവം ഒരു കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചു വേർതിരിക്കുന്നത് കുടുംബത്തെ ഒരു സ്നേഹത്തിൻ്റെ കൂടാരമാക്കി തീർക്കാൻ വേണ്ടിയാണ്. കുടുംബം സ്നേഹത്തിൻ്റെ കൂടായി തീർന്നതാണ് തിരുക്കുടുംബത്തിൽ നമ്മൾ കാണുന്ന കാര്യം. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായി തിരുക്കുടുംബത്തിൽ, അതിനേക്കാൾ വലിയ പ്രതിസന്ധിയൊന്നും ഇനി ഒരു കുടുംബത്തിലും ഉണ്ടാകാൻ സാധ്യത പോലുമില്ല. പക്ഷേ അവിടെയെല്ലാം ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയാതെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ അനുഭവം. ഈ ക്രിസ്മസ് കാലം നമ്മുടെ കുടുംബജീവിതത്തെ കുറെ കൂടെ കുലീനമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കുടുംബം ഒരിക്കലും ഒരു കേജ് പോലെ അടിമത്തമായി തീരാതെ ഒരു നെസ്റ്റ് പോലെ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഗ്രഹീത ഭാവങ്ങളായി മാറ്റപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.